ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. സോറി ഫോർ ദ ഡിലേ. എനിക്ക് PDF എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ തെറ്റ് പറ്റിയതാണ്, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് റീനൽ സിസ്റ്റം ആണ്. റീനൽ സിസ്റ്റത്തിൽ അനാറ്റമി, ഫിസിയോളജി കുറച്ച് പോർഷനും അതിന്റെ കൂടെ തന്നെ റീനൽ കാൽക്കുലയാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് അനാറ്റമി ആമിന ഡോക്ടർ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. ഒരു പാർട്ട് അബ്ഡമൻ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു റിവിഷൻ ആയിട്ട് നോക്കി പോകാം. ഇപ്പൊ കിഡ്നി എന്ന് പറയുന്നത് നമുക്കറിയാം പെയർഡ് ഓർഗൻ ആണ്, പീൻ ഷേപ്ഡ് ആയിട്ടുള്ള പെയർഡ് ഓർഗൻ. വെയിറ്റ് എന്ന് പറയുന്നത് 150 grams ഇൻ മെയിൽസ് ആൻഡ് 135 gram ഇൻ ഫീമെയിൽസ്. 11x6x3 ആണ് മെഷർമെന്റ് വരുന്നത്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് 11x6x3. ഇനി ഒരു കിഡ്നി നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിന് രണ്ട് പോൾസ്, രണ്ട് സർഫസ്, രണ്ട് ബോർഡേഴ്സ്. രണ്ട് പോൾസ് എന്ന് പറയുന്നത് അപ്പർ പോൾ ആൻഡ് ലോവർ പോൾ, സർഫസ് ആന്റീരിയർ സർഫസ് ആൻഡ് പോസ്റ്റീരിയർ സർഫസ്. ബോർഡേഴ്സ് വരുമ്പോഴത്തേക്കും ലാറ്ററലില് കോൺവെക്സ് ആയിട്ടൊരു സർഫസ്, മീഡിയലില് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ആ ബോർഡർ ഉണ്ടല്ലോ, അതാണ് മീഡിയൽ ബോർഡർ എന്ന് പറയുന്നത്, കോൺകേവ് ബോർഡർ. ഇനി കിഡ്നിയുടെ സിറ്റുവേഷൻ നോക്കുക, പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കുക. പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിലായിട്ട് വെർട്ടിബ്രൽ കോളത്തിന്റെ രണ്ട് സൈഡിലായിട്ട് ബിഹൈൻഡ് ദ പെരിറ്റോണിയം. പെരിറ്റോണിയത്തിന് പുറകില് പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളില് വെർട്ടിബ്രൽ കോളത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണ് കിഡ്നി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. വെർട്ടിബ്രൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 12th thoracic vertebra to 3rd lumbar vertebra. ഡോക്ടർ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? ആ ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കോളാം. വെർട്ടിബ്രൽ ലെവൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. 12th thoracic vertebra to 3rd lumbar vertebra. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും റൈറ്റ് കിഡ്നി എന്ന് പറയുന്നത് ലെഫ്റ്റ് കിഡ്നിയെക്കാളും ലോവർ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. റൈറ്റ് ലെഫ്റ്റിനേക്കാളും കുറച്ച് താഴെ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി കിഡ്നിയുടെ റിലേഷൻസ് നോക്കാം. കിഡ്നിയുടെ റിലേഷൻസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഓർഗൻസ് ഒക്കെ കാണാൻ പറ്റും. അതിന്റെ ഫ്രണ്ടിലായിട്ട് സ്പ്ലീൻ കാണാൻ പറ്റും, ലിവർ കാണാൻ പറ്റും, ഗോൾ ബ്ലാഡർ, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, അങ്ങനെ കുറച്ച് ഓർഗൻസ് ഒക്കെ കാണാൻ പറ്റും. ഇവരൊക്കെ തന്നെ ആയിരിക്കും ആന്റീരിയർലി റിലേഷൻ വരുന്നത്. അപ്പൊ ആന്റീരിയർലി റൈറ്റിനും ലെഫ്റ്റിനും ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. അത് ഓർഗൻസ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ഇമേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ ആരാണ്? ലിവർ ഉണ്ട്, ഗോൾ ബ്ലാഡർ ഉണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് അവിടെ സ്റ്റൊമക്ക് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാസ് ഉണ്ട്. ഇനി രണ്ട് കിഡ്നിക്കും കോമൺ ആയിട്ട് ഒന്ന് രണ്ട് റിലേഷൻസ് വരുന്നുണ്ട്. അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം. അടുത്തല്ല, ഇനി ഒരു ഇമേജ് വരുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള ഇമേജ്. നെക്സ്റ്റ്, ഇതല്ല, നെക്സ്റ്റ്. അതന്നെ. രണ്ട് കിഡ്നിക്കും കോമൺ ആയിട്ട് വരുന്ന റിലേഷൻസ് ഒന്ന് നോക്കുക. രണ്ടിന്റെ മുകളിലായിട്ട് നമ്മൾ അപ്പർ പോളില് സുപ്രാ റീനൽ ഗ്ലാൻഡ് കാണാൻ പറ്റും. ഈ സുപ്രാ റീനൽ ഗ്ലാൻഡ് തന്നെ മീഡിയൽ ബോർഡറിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അപ്പർ പോളില് സുപ്രാ റീനൽ ഗ്ലാൻഡ്, മീഡിയൽ ബോർഡറിൽ ഹൈലത്തിന്റെ ആ നടുക്കുള്ള ഡിപ്രഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഹൈലത്തിന്റെ മുകളിലും സുപ്രാ റീനൽ ഗ്ലാൻഡ് ആണ് വന്നേക്കുന്നത്, മീഡിയൽ ബോർഡറിൽ. ഈ ഹൈലത്തിന് താഴോട്ട് മീഡിയൽ ബോർഡറിൽ ആരാണ്? യുറിറ്റർ ആണ് പാസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇത്രയാണ് കോമൺ ആയിട്ട് റിലേഷൻ. അതുപോലെ തന്നെ രണ്ടുപേർക്കും കോമൺ ആയിട്ട് പോസ്റ്റീരിയർലി ഡയഫ്രം ആയിട്ട് റിലേഷൻ ഉണ്ട്. ഡയഫ്രം, മീഡിയൽ ആൻഡ് ലാറ്ററൽ ആർക്വേറ്റ് ലിഗമെന്റ്, ഇത്രയായിട്ട് പോസ്റ്റീരിയർലി റിലേഷൻ ഉണ്ട്. ഇത് ഇത്രയും കോമൺ റിലേഷൻസ് ആണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കിഡ്നിയുടെ കോമൺ റിലേഷൻസ് ആണ്. ഈ പോസ്റ്റീരിയർലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും റിബ്സിന്റെ റിലേഷൻ പറയുന്നത്. റിബ്സ് 11th and 12th റിബിന്റെ റിലേഷൻ ആണ് പറയുന്നത്. 11th and 12th റിബ് നമുക്കറിയാം ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്, ഒരു സ്റ്റേണുമായിട്ട് കണക്റ്റഡ് അല്ലല്ലോ. അപ്പോൾ പോസ്റ്റീരിയർലി മാത്രമേ ആ റിലേഷൻ വരത്തുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, റൈറ്റ് കിഡ്നി ലെഫ്റ്റിനേക്കാളും കുറച്ചുകൂടെ ലോവർ ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ്, റൈറ്റ് കിഡ്നിക്ക് 12th റിബുമായിട്ട് മാത്രമേ റിലേഷൻ വരുള്ളൂ. ലെഫ്റ്റ് കിഡ്നിക്ക് 11th and 12th റിബുമായിട്ടും റിലേഷൻ വരും. ഇനി കിഡ്നിയുടെ കവറിങ്സ് ആണ് നോക്കുന്നത്, ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ കവറിങ്സ് ഓഫ് കിഡ്നി.
അതിന് മുന്നേ ഹൈലം നമുക്ക് പറയാനുണ്ടായിരുന്നു. ഹൈലം എന്ന് പറയുന്നത് ആ നടുക്കുള്ള ആ ഡിപ്രഷനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഹൈലത്തിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആന്റീരിയർ ടു പോസ്റ്റീരിയർ എന്ന് പറയുന്നത് റീനൽ വെയിൻ, റീനൽ ആർട്ടറി ആൻഡ് റീനൽ പെൽവിസ്. നമ്മൾ ബാപ്പ് എന്ന് പറഞ്ഞ ന്യൂമോണിക്സ് വെച്ച് പഠിക്കുന്നതാണ്. റീനൽ വെയിൻ, റീനൽ ആർട്ടറി ആൻഡ് റീനൽ പെൽവിസ് ഹൈലത്തിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കിഡ്നിയുടെ കവറിങ്സ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് ഓഫ് കിഡ്നി എന്ന് പറയും. മെയിനായിട്ട് 3 കവറിങ്സുകളാണ് പറയുന്നത്. ഫൈബ്രസ് ക്യാപ്സ്യൂൾ, പെരിറീനൽ ഫാറ്റ് അല്ലെങ്കിൽ പെരിനെഫ്രിക് ഫാറ്റ്, പാരാറീനൽ അല്ലെങ്കിൽ പാരാനെഫ്രിക് ബോഡി. ഇങ്ങനെ 3 കവറിങ്സ് ആണ് പറയുന്നത്. അതിൽ കിഡ്നിയുടെ ഏറ്റവും തൊട്ട് വരുന്ന കവറിങ് ആണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യണേ അവിടെ നിന്ന്. കിഡ്നിയുടെ ഏറ്റവും തൊട്ട് വരുന്ന കവറിങ് ആണ് റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ നോർമൽ കണ്ടീഷനിൽ അത് നമുക്ക് ഈസിലി സ്ട്രിപ്പ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കവറിങ് ആണ്. പക്ഷേ ഡിസീസ്ഡ് കിഡ്നി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്സ്യൂൾ റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കണക്റ്റീവ് ടിഷ്യൂസ് വഴി ഇത് അഡ്ഹറന്റ് ആക്കി വെച്ചേക്കും. ഇനി അതിനും പുറമെ ആയിട്ട് വരുന്ന കവറിങ് ആണ് പെരി റീനൽ അല്ലെങ്കിൽ പെരി നെഫ്രിക് ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് അഡിപ്പോസ് ടിഷ്യൂ ആണ് സാധനം. ഫൈബ്രസ് ക്യാപ്സ്യൂളിന്റെയും ഔട്ട്സൈഡിൽ കാണുന്ന സാധനമാണ്. അപ്പൊ ഈ പെരി നെഫ്രിക് ഫാറ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലത്തിന്റെ അകത്തോട്ടുള്ള ഡിപ്രഷൻ, അകത്തോട്ട് ഹൈല എൻട്രി ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ റീനൽ സൈനസ് എന്ന് പറയുന്നത്. ഈ റീനൽ സൈനസിനകത്തോട്ട് ഈ പെരി റീനൽ ഫാറ്റ് ഫില്ലപ്പ് ചെയ്തേക്കുമായിരിക്കും. കുറച്ച് അകത്തോട്ടും കൂടി ഇത് ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനും പുറമെ ആയിട്ട് വരുന്ന കവറിംഗ് ആണ് റീനൽ ഫേഷ്യ. റീനൽ ഫേഷ്യക്ക് 2 ലെയർ ഉണ്ട്. റീനൽ ഫേഷ്യയുടെ തന്നെ വേറൊരു പേരാണ് ഫേഷ്യ ജെറോട്ട എന്ന് പറയുന്നത്. ഇപ്പൊ റീനൽ ഫേഷ്യക്ക് 2 ലെയറുകൾ പറയുന്നുണ്ട്, ആന്റീരിയർ ലെയർ ആൻഡ് പോസ്റ്റീരിയർ ലെയർ. ആന്റീരിയർ ലെയറിന്റെ വേറൊരു പേരാണ് ഫേഷ്യ ടോഡ്, പോസ്റ്റീരിയർ ലെയറിന്റെ വേറൊരു പേരാണ് ഫേഷ്യ സെക്ടർകാൻഡിൽ. ഇപ്പൊ ലാറ്ററലി ഈ 2 ലെയറും കൂടെ ചേർന്നിട്ട് ഫേഷ്യ ട്രാൻസ്വേഴ്സാലിസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇനി അടുത്ത ഏറ്റവും ഔട്ടർ മോസ്റ്റ് വന്നേക്കുന്നത് പാരാറീനൽ അല്ലെങ്കിൽ പാരാനെഫ്രിക് ബോഡി. അപ്പൊ ഇത് ലോവർ പോളിലോട്ടായിരിക്കും അബണ്ടന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഒരു കുഷ്യൻ പോലെ ആക്ട് ചെയ്യും കിഡ്നിക്ക്. ഇത്രയാണ് 4 കവറിങ് എന്ന് പറയുന്നത്. റീനൽ ക്യാപ്സ്യൂള്, പെരിറീനൽ അല്ലെങ്കിൽ പെരിനെഫ്രിക് ഫാറ്റ്, അതിനും പുറമെ ആയിട്ട് റീനൽ ഫേഷ്യ, ഏറ്റവും പുറമെ ആയിട്ട് പാരാറീനൽ ഫേഷ്യ. അതിൽ റീനൽ ഫേഷ്യ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കിഡ്നിയുടെ പ്രോപ്പർ സ്ട്രക്ചർ ആണ് നോക്കുന്നത്. നമുക്കറിയാം 3 പാർട്സ് ആയിട്ട് പറയുന്നുണ്ട്, കോർട്ടെക്സ്, മെഡുല്ല ആൻഡ് റീനൽ സൈനസ്. അവിടെ സ്റ്റോപ്പ് ചെയ്യണേ. കോർട്ടെക്സ്, മെഡുല്ല ആൻഡ് റീനൽ സൈനസ്. നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഏറ്റവും പുറമെ ആയിട്ടുള്ള പോർഷനെയാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നീട് അതിന്റെ അകത്തോട്ട് വരുന്ന പോർഷൻസ് ഇങ്ങനെ പിരമിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. അതാണ് റീനൽ മെഡുല്ല എന്ന് പറയുന്നത്. മെഡുല്ലറി പിരമിഡ്സ് എന്നാണ് അതിനെ വിളിക്കുക, അല്ലെങ്കിൽ വേറൊരു പേരെന്ന് പറയുന്നത് മാൽപീജിയൻ പിരമിഡ്സ് ആണ്. അപ്പൊ ഈ മെഡുല്ലയുടെ മുകൾ ഭാഗത്തായിട്ട് ക്യാപ്പ് പോലെ വരുന്ന കോർട്ടെക്സിന്റെ പാർട്ടിനെയാണ് നമ്മൾ കോർട്ടിക്കൽ ആർച്ച് എന്ന് വിളിക്കുന്നത്. കോർട്ടിക്കൽ ആർച്ച് അല്ലെങ്കിൽ ലൊബ്യൂൾ എന്ന് പറയും, റീനൽ ലൊബ്യൂൾ എന്ന് പറയും. ഇനി ആ കോർട്ടെക്സിന്റെ പോർഷൻ ഈ ഓരോ മെഡുലറി പിരമിഡ്സിന്റെ ഇടയിലോട്ട് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന കോർട്ടെക്സിന്റെ പോർഷനെ നമ്മൾ എന്താ പറയുന്നത്, കോളംസ് എന്ന് പറയും. റീനൽ കോളംസ് അല്ലെങ്കിൽ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയും. അപ്പൊ കോർട്ടിക്കൽ ആർച്ച് ഉണ്ട്, കോളംസ് ഓഫ് ബെർട്ടിനി ഉണ്ട്. നമ്മൾ മെഡുല്ല പറഞ്ഞു. മെഡുലറി പിരമിഡ്സിനെ പറയുന്ന വേറൊരു പേരാണ് മാൽപീജിയൻ പിരമിഡ്സ്. ഇനി മൂന്നാമത്തെ പോർഷൻ ആണ് റീനൽ സൈനസ് എന്ന് പറയുന്നത്. റീനൽ സൈനസിൽ കാണാലോ, ഹൈലം അകത്തോട്ട് പോയേക്കുന്ന പോർഷൻ ആണ് റീനൽ സൈനസ് എന്ന് പറയുന്നത്. അപ്പൊ റീനൽ സൈനസിൽ ആ മഞ്ഞ കളറിൽ കാണിച്ചേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പെരിറീനൽ ഫാറ്റ് ആണ്. പിന്നെ ഈ മെഡുല്ലറി പിരമിഡ്സ് ഉണ്ടല്ലോ, മെഡുല്ലറി പിരമിഡ്സും ആ കോർട്ടിക്കൽ ആർച്ചും കോർട്ടെക്സിന്റെ അതിന്റെ മെഡുലയുടെ തൊട്ട് മേളിൽ വരുന്ന പോർഷനും കൂടെ ചേർത്തിട്ടാണ് കിഡ്നിയുടെ ഒരു ലോബ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി റീനൽ പെൽവിസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഹൈലത്തിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രക്ചർ. ഈ പെൽവിസ് എന്താണ്, യൂറിറ്ററിന്റെ എക്സ്പാൻഡഡ് പോർഷൻ ആണ്. കിഡ്നിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഇപ്പൊ റീനൽ പെൽവിസ് ഇതിനകത്തേക്ക് കയറുമ്പോൾ ഡിവൈഡ് ചെയ്ത് അതിനെ കാലിസസ് എന്ന് പറയും. മേജർ കാലിസസ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. ഈ മേജർ കാലിസസ് വീണ്ടും കുഞ്ഞു കുഞ്ഞായിട്ട് ഡിവൈഡ് ചെയ്ത് മൈനർ കാലിസസ് ആവും. ഈ മൈനർ കാലിസസിലോട്ടാണ് നമുക്ക് ആ മെഡുലറി പിരമിഡ്സിന്റെ
എന്താണ് അപ്പെക്സ് കൊണ്ടുവന്ന് എംബഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. മൈനർ കാലസിലോട്ട് മെഡുലറി പിരമിഡ്സിന്റെ അപ്പെക്സ് കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇത്രയാണ് ഒരു ഔട്ടർ സ്ട്രക്ചർ ആയിട്ട് പറയാനുള്ളത്. ഇനി അതിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്. നെഫ്രോൺസ് ആണ് നോക്കുന്നത്. നെഫ്രോൺസ് ഓരോ കിഡ്നിയിലും 1 to 1.3 മില്യൺ നെഫ്രോൺസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ റീനൽ സിസ്റ്റത്തിൽ കുറെ വാല്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ നെഫ്രോൺസിന്റെ ഒക്കെ നോർമൽ റേഞ്ച് എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. 1 to 1.3 മില്യൺ ഇൻ ഈച്ച് കിഡ്നിയാണ് ഓരോ കിഡ്നിയിലും നെഫ്രോൺസ്. അപ്പൊ ഒരു നെഫ്രോൺ നോക്കുമ്പോൾ അതിന്റെ പാർട്സ് നോക്കുക. ആദ്യം ഒരു കപ്പ് പോലെയുള്ള പാർട്ട് ഉണ്ട്, അതിനുശേഷം ട്യൂബുലർ ആയിട്ടുള്ള പോർഷൻ ആണ് വരുന്നത്. അപ്പൊ ആ കപ്പ് പോലെയുള്ള പാർട്ടിനെയാണ് നമ്മൾ റീനൽ കോർപ്പസൽ എന്ന് പറയുന്നത്. എന്നിട്ട് ട്യൂബുലർ ആയിട്ടുള്ള പോർഷൻ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഓരോ പേരുകളിൽ പറയുന്നുണ്ട്. അതായത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന പോർഷൻ PCT, എന്നിട്ട് ആ തിൻ ആയിട്ടുള്ള പോർഷന്റെ തൊട്ട് മുന്നേ ഉള്ളത് ആ ബെൻഡിനെ മൊത്തത്തിൽ നമ്മൾ എന്താ പറയുന്നത്, ഹെൻലേസ് ലൂപ്പ് എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ തിക്ക് പോർഷനെ തിക്ക് ഡിസെൻഡിങ് സെഗ്മെന്റ് എന്ന് പറയും. അതിന് തിന്നായിട്ടുള്ളതിന് തിൻ ഡിസെൻഡിങ് സെഗ്മെന്റ്, അതിന്റെ താഴെ ഹെയർപിൻ ബെൻഡ്, മുകളിലേക്ക് നോക്കുമ്പോൾ തിൻ അസെൻഡിങ് സെഗ്മെന്റ്, വീണ്ടും തിക്ക് അസെൻഡിങ് സെഗ്മെന്റ്, അതിനുശേഷം DCT ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അത് ചെന്ന് ചേരുന്നത് കളക്ടിങ് ഡക്റ്റിലോട്ട്. ഇപ്പൊ ഓരോ പാർട്ടായിട്ട് നോക്കുക. ബൊമാൻസ് റീനൽ കോർപ്പസൽ ആദ്യം നോക്കുക. റീനൽ കോർപ്പസിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഇതുപോലെ കാപ്പിലറീസ് ഒരു കപ്പ് പോലെ ഓർഗനകത്തിരിക്കുന്നതായിട്ടാണ്. അപ്പൊ ആ കാപ്പിലറീസ്, ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിനെ പറയുന്ന പേരാണ് ഗ്ലോമറുലസ്. അപ്പൊ ഗ്ലോമറുലസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് നെഫ്രോൺസിലേക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് കൊണ്ട് കൊടുക്കുന്ന അപ്പറന്റ് ആർട്ടീരിയോൾ, ഫിൽട്ടർ ചെയ്തതിന് ശേഷം പാസ് ചെയ്തു പോകുന്ന എഫറന്റ് ആർട്ടീരിയോൾ. അപ്പറന്റ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇമേജ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എഫറന്റിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അപ്പറന്റിനേക്കാളും കുറവായിരിക്കും. അതിനകത്തുള്ള ഫിൽട്രേഷന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. എഫറന്റിന് അപ്പറന്റിനേക്കാളും ഡയമീറ്റർ കുറവായിട്ടായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ആ കപ്പ് പോലുള്ള പോർഷനെ പറയുന്നതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻ ക്യാപ്സ്യൂളിന് 2 ലെയറുകളാണ് പറയുന്നത്, ഇന്നർ വിസറൽ ലെയറും ഔട്ടർ പെറൈറ്റൽ ലെയറും. അപ്പൊ ഈ 2 ലെയറുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ലൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം ആണ്. ഇന്നർ വിസറൽ ലെയർ ആൻഡ് ഔട്ടർ പെറൈറ്റൽ ലെയർ. ഇനി ഈ ബൊമാൻ ക്യാപ്സ്യൂളിലെ തന്നെ സെൽസ് ബേസ്മെന്റ് മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻസ് ഉണ്ടാക്കും. അതിനെയാണ് പെഡിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെഡിക്കിൾ ഉള്ള സെൽസിനെയാണ് നമ്മൾ പോഡോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബൊമാൻ ക്യാപ്സ്യൂൾ അതിന്റെ 2 ലെയറുകൾ, വിസറൽ, ഇന്നർ വിസറലും ഔട്ടർ പെറൈറ്റലും, അവിടെ ലൈൻ ചെയ്തേക്കുന്നത് ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം ആണ്. അപ്പൊ ഓരോ പാർട്ടിലെയും ഈ ലൈൻ ചെയ്തേക്കുന്ന സെൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ ആ ഇമേജ് ഒന്ന് കാണിക്കാമോ? ഇതില്ല. ഓക്കെ, ഇത് പറഞ്ഞിട്ട് പോകാം. അതായത് ഈ ബൊമാൻ ക്യാപ്സ്യൂളില് എവിടെയാണോ റീനൽ കോർപ്പസൽ എവിടെയാണോ പ്ലേസ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചിട്ട് 2 ടൈപ്പ് നെഫ്രോൺസ് കിഡ്നിയിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോർട്ടിക്കൽ നെഫ്രോൺ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. നമുക്ക് പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുന്നത് അതിന്റെ റീനൽ കോർപ്പസിൽ എവിടെയായിരിക്കും ഇരിക്കുന്നത്, കോർട്ടെക്സിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ജെക്സ്റ്റാ മെഡുലറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിയർ ദ മെഡുല, മെഡുലയുടെ തൊട്ടടുത്തായിട്ട് കോർട്ടെക്സിൽ ഡീപ്പായിട്ടായിരിക്കും അവിടുത്തെ റീനൽ കോർപ്പസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഹെൻലേസ് ലൂപ്പ്. കോർട്ടിക്കൽ നെഫ്രോൺസിന്റെ ഹെൻലേസ് ലൂപ്പ് കുറച്ച് മാത്രമേ മെഡുലയിലോട്ട് എൻ്റർ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ജെക്സ്റ്റാ മെഡുലറിയുടേത് നല്ല ഡീപ്പായിട്ട് മെഡുലയ്ക്ക് അകത്തോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 85% കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ് കാണുന്നത്. ജെക്സ്റ്റാ മെഡുലറി ബാക്കി 15% ഉള്ളൂ. യൂറിൻ ഫോർമേഷനകത്ത് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് യൂറിൻ ഫോർമേഷനിലും ഉണ്ട്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് യൂറിനകത്താണ് മെയിൻ ആയിട്ടും വരുന്നത്.
ഇപ്പൊ ഹെൻലേസ് ലൂപ്പ് നമുക്ക് ഹെയർപിൻ ബെൻഡ് ഷോർട്ട് ആയിട്ടുള്ളത് കോർട്ടിക്കൽ നെഫ്രോണിനും ജെക്സ്റ്റാ മെഡുലറിക്ക് കുറച്ച് ലോങ് ആയിട്ടാണ് കാണുന്നത്. ഈ രണ്ട് നെഫ്രോൺസ് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഇതാ ഡിഫറൻസിന്റെ ടേബിൾ ആണ് കാണുന്നത്. ഇനി കണ്ട് ആ സെൽസ് ലൈൻ ചെയ്തിരിക്കുന്ന സെൽസ് അത് ഇമ്പോർട്ടന്റ് ആണ്. PCT-യും തിക്ക് ഡിസെൻഡിങ് സെഗ്മെന്റും ഒരേ സെൽസ്, ബ്രഷ് ബോർഡേർഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇനി തിൻ ഡിസെൻഡിങ്ങും തിൻ അസെൻഡിങ്ങും ഹെയർ പിൻ ബെൻഡ് ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം. അതിനുശേഷം തിക്ക് അസെൻഡിങ് DCT ആൻഡ് കളക്ടിങ് ഡക്റ്റ്. അവിടെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ് വിത്തൗട്ട് ബ്രഷ് ബോർഡർ. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ അതായത് PCT-യും തിക്ക് ഡിസെൻഡിങ്ങും ബ്രഷ് ബോർഡോട് ക്യൂബോയിഡൽ ആണ്. റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും തിക്ക് അസെൻഡിങ്ങും DCT ആൻഡ് കളക്ടിങ് ഡക്റ്റ് വിത്തൗട്ട് ബ്രഷ് ബോർഡർ ആണ്. ക്യൂബോയിഡൽ തന്നെയാണ് രണ്ടിടത്തും. ആ ബെൻഡിലും തിൻ സെഗ്മെന്റ്സിനകത്തും വരുന്നത് ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം. ഇനി നമുക്ക് പറയാനുള്ളത് ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ആണ്. ഒരു കാര്യം വിട്ടുപോയി. കളക്ടിങ് ഡക്റ്റിൽ കാണുന്ന 2 ടൈപ്പ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. പ്രിൻസിപ്പൽ സെൽ അല്ലെങ്കിൽ P സെൽ, പിന്നെ ഇന്റർകലൈറ്റഡ് സെൽ അല്ലെങ്കിൽ I സെൽ. ഇനി ഈ കളക്ടിങ് ഡക്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് യുണൈറ്റ് ചെയ്ത് ഒരു വലിയ ഡക്റ്റ് ആയിട്ട് മാറും. അതിനാണ് ഡക്റ്റ് ഓഫ് ബെല്ലിനി എന്ന് പറയുന്നത്. കോളംസ് ഓഫ് ബെർട്ടിനി എന്തായിരുന്നു? കോർട്ടെക്സ് മെഡുല്ലയുടെ ഇടയിലോട്ട് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന ആ പോർഷനായിരുന്നു നമ്മൾ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയുന്നത്. ഇനി ഡക്റ്റ് ഓഫ് ബെല്ലിനി എന്ന് പറയുന്നത് കളക്ടിങ് ഡക്റ്റ് ആണ്. കളക്ടിങ് ഡക്റ്റുകൾ ചേർന്നിട്ട് ഒരു ലാർജ് ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് കോളംസ് ഓഫ് ബെല്ലിനി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് യൂറിൻ ഫോർമേഷനിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഇത് ഫോം ചെയ്തേക്കാൻ നോക്കുക. മെയിൻ ആയിട്ട് 3 സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്: മാക്യുല ഡെൻസ, എക്സ്ട്രാ ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽ ആൻഡ് ഗ്രാനുലാർ സെൽ. അപ്പൊ ഈ മാക്യുല ഡെൻസ എന്താന്ന് വെച്ചാല് നമ്മുടെ തിക്ക് അസെൻഡിങ് സെഗ്മെന്റ് ഉണ്ടല്ലോ, ഹെൻലേസ് ലൂപ്പിന്റെ തിക്ക് അസെൻഡിങ് സെഗ്മെന്റ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനോട് ചേരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പോർഷൻ. ഇത് പാസ് ചെയ്ത് പോകുന്നത് ഗ്ലോമറുലസിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് തിക്ക് അസെൻഡിങ് സെഗ്മെന്റ് പാസ് ചെയ്ത് DCT-യിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പോർഷനെയാണ് മാക്യുല ഡെൻസ എന്ന് പറയുന്നത്. തിക്ക് അസെൻഡിങ് സെഗ്മെന്റിന്റെ പോർഷനാണ് മാക്യുല ഡെൻസ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള സെൽസ് ഏതായിരിക്കും? ക്യൂബോയിഡൽ സെൽസ് ആയിരിക്കും അതിനകത്തുള്ളത്. ഇനി അത് പ്ലേസ് ചെയ്തേക്കുന്നത് കണ്ടില്ല, അപ്പറന്റിന്റെ എഫറന്റിന്റെ ഇടയിലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി എക്സ്ട്രാ ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽസ്. എക്സ്ട്രാ ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽസ് ആ ഡാർക്ക് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും: ട്രയാങ്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ അപ്പറന്റ് ആർട്ടീരിയോൾ ആൻഡ് DC മാക്യുല ഡെൻസ. അപ്പൊ ഇത് മൂന്നും കൂടെ ബൗണ്ട് ചെയ്തേക്കുന്ന ട്രയാങ്കുലർ റീജിയനിലാണ് എക്സ്ട്രാ ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽസ്. എക്സ്ട്രാ ഗ്ലോമറുലാർ അതായത് ഗ്ലോമറുലസിന് പുറത്തായിട്ടാണ് ആ സെൽസ് കാണുന്നത്. ഇനി ഇതിന് വേറെ 1-2 പേരുണ്ട്. എഗ് ഗ്രാനുലർ സെൽസ്, ലാസിസ് സെൽസ് അല്ലെങ്കിൽ ഗൂർമാറ്റി സെൽസ് എന്നൊക്കെ പറയുന്നത് എക്സ്ട്രാ ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽസ് ആണ്. ഇനി അടുത്ത 3ാമത്തെ പാർട്ടാണ് ഗ്രാനുലാർ സെൽ. ഗ്രാനുലാർ സെല്ലിന്റെ വേറൊരു പേരാണ് ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽ. ആ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ അപ്പറന്റ് ആർട്ടീരിയോളിന്റെ സ്മൂത്ത് മസിൽ സെൽസ് ആണ്. അപ്പറന്റ് ആർട്ടീരിയോളിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന സ്മൂത്ത് മസിൽ സെൽസ് ആണ് ഗ്രാനുലാർ സെൽസ് അല്ലെങ്കിൽ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ്. അപ്പൊ എഗ് ഗ്രാനുലാർ സെൽസ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽസ് ആണ്. ഗ്രാനുലാർ സെൽസ് എന്ന് പറയുന്നത് ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെല്ലാണ്. അപ്പൊ ഇത് അല്ലാതെ വേറൊരു ടൈപ്പ് സെൽസും കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട്. അത് ശരിക്കും ഗ്ലോമറുലസിന്റെ അകത്താണ് കാണുന്നത്. ആ കാപ്പിലറീസിന് ഇടയിലായിട്ട് കാണുന്ന ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. അപ്പൊ ഈ 3 സ്ട്രക്ചേഴ്സ് ആണ് അത് ഫോം ചെയ്യുന്നത്: മാക്യുല ഡെൻസ, എക്സ്ട്രാ ഗ്ലോമറുലാർ മെസേഞ്ചിയൽ സെൽസ് ആൻഡ് ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ്.
പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. മാക്യുല ഡെൻസ, എക്സ്ട്രാ ഗ്ലോമറുലർ മെസഞ്ചർ സെൽസ്, അതിന്റെ വേറെ പേരുകളാണ് എഗ്രാനുലർ സെൽസ്, ലാസിസ് സെൽസ്, ഗൂർമാറ്റി സെൽസ്, പിന്നെ എക്സ്ട്രാ ഗ്ലോമറുലർ സെൽസ് അല്ലെങ്കിൽ ഗ്രാനുലർ സെൽസ്, പിന്നെ കാപ്പിലറീസിന്റെ ഇടയിൽ കിടക്കുന്ന ഗ്ലോമറുലർ മെസഞ്ചർ സെൽസ്. എനിക്ക് പോൾക്കിസൺ എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട്. പോൾക്കിസൺ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ജെക്സ്ട്രാ ഗ്ലോമറുലർ സെൽസ് ഉണ്ടല്ലോ, അതൊരു തിക്ക് കഫ് ആയിട്ടിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പോളാർ കുഷൻ അല്ലെങ്കിൽ പോൾക്കിസൺ എന്ന് പറയുന്നത്. ആ അപ്പറന്റ് ആർട്ടീരിയോളിന്റെ ചുറ്റുമായിട്ട് ഒരു തിക്ക് കപ്പായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ പോൾക്കിസൺ അല്ലെങ്കിൽ പോളാർ കുഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാ ഗ്ലോമറുലർ അപ്പാരറ്റസിന്റെ ഫങ്ഷൻസ്, പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ആണ്. പിന്നെ അതുപോലെ തന്നെ GFR, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റിന്റെ റെഗുലേഷനിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണത്. സെക്രീഷൻ ഓഫ് ഹോർമോൺസിനകത്ത് പറയാനുള്ള മെയിൻ ആയിട്ടും റെനിൻ ആണ്. റെനിൻ നമ്മൾ എൻഡോക്രൈനോളജിയിൽ പഠിക്കുന്നതാണ്. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം വഴി GFR, BP ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ സെക്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. പിന്നീട് എക്സ്ട്രാ ഗ്ലോമറുലർ മെസഞ്ചർ സെൽസ് നമ്മൾ പറഞ്ഞല്ലോ, എക്സ്ട്രാ ഗ്ലോമറുലർ അല്ലെങ്കിൽ എഗ്രാനുലർ സെൽസ്. അപ്പോൾ അവര് സെക്രേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് സൈറ്റോകൈൻ ലൈക്ക് ഇന്റർലൂക്കിൻ 2 ആൻഡ് TNF. ഇനി റീനൽ സർക്കുലേഷൻ. റീനൽ സർക്കുലേഷനകത്ത് എന്താ പറയുക, മെയിൻ സപ്ലൈ എന്ന് പറയുന്ന റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി എൻറ്റർ ചെയ്യുന്നത് ഹൈലം വഴിയാണ്. റീനൽ ആർട്ടറി ഈസ് എ ഡയറക്റ്റ് ബ്രാഞ്ച് ഓഫ് അബ്ഡമിനൽ അയോട്ട. അപ്പൊ ഇത് കിഡ്നിക്ക് അകത്തേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെഗ്മെന്റൽ ആർട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് കാണാൻ പറ്റും, ആ പിരമിഡ്സിന്റെ ഇടയിൽ കൂടെ സെഗ്മെന്റ്, ഓരോ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിരമിഡ്സിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പൊ അതിനെ ഇന്റർ ലോബാർ ആർട്ടറി എന്ന് പറയും. ഇന്റർ ലോബാർ, ഒരു ലോബിന്റെ ഇടയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റർ ലോബാർ ആർട്ടറി എന്ന് പറയും. ഈ ഇന്റർ ലോബാർ ആർട്ടറി ഓരോ പിരമിഡിന്റെ മേളിൽ ചെന്ന് ആർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ആർക്വേറ്റ് ആർട്ടറി എന്ന് പറയും. ഇനി ആർക്വേറ്റ് ആർട്ടറി എന്നുള്ള ബ്രാഞ്ചസ് ആണ് ഇന്റർ ലോബുലാർ ആർട്ടറി. ലോബാർ ആർട്ടറി ആണ് ആദ്യം വരുന്നത്, അതിനുശേഷം ആർക്വേറ്റ് ആർട്ടറി, അതിനുശേഷം ഇന്റർ ലോബുലാർ ആർട്ടറി. ഈ ഇന്റർ ലോബുലാർ ആർട്ടറി ആണ് നമ്മൾ ഗ്ലോമറുലസിനകത്തോട്ടുള്ള അഫറന്റ് കൊടുക്കുന്നത്. പിന്നെ ഈ സെഗ്മെന്റിൽ ഇന്റർ ലോബുലാർ ആർക്വേറ്റ് ആർട്ടറി ഒക്കെ ഉണ്ടല്ലോ, എൻഡ് ആർട്ടറീസ് ആണ്. അപ്പറന്റ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഇന്റർ ലോബുലാർ ആർട്ടറി എന്നാണ്. അത്രയാണ് റീനൽ സർക്കുലേഷൻ. അതിന്റെ വീനസ് ഡ്രെയിനേജ് തിരിച്ചു വരും. എങ്ങനെയാണ്? ഇന്റർ ലോബുലാർ വെയിൻ, അവിടുന്ന് ആർക്വേറ്റ് വെയിൻ, അവിടുന്ന് ഇന്റർ ലോബാർ വെയിൻ, ലാസ്റ്റ് റീനൽ വെയിൻ ആൻഡ് ഫൈനലി ടു ഇൻഫീരിയർ വീന കാവ. അങ്ങനെ അതിന്റെ വീനസ് ഡ്രെയിനേജ് വരുന്നത്. ഇപ്പൊ കിഡ്നിക്ക് സെക്കൻഡ് പ്ലേസ് ടു റിസീവ് ബ്ലഡ് ഫ്ലോ, മാക്സിമം ബ്ലഡ് ഫ്ലോ കിട്ടുന്നതിൽ സെക്കൻഡ് ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. 1300 ml/min ആണ്. ഫസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ലിവർ ആണ്, 1500 ml/min. ഇത്രയേ ഉള്ളൂ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കിഡ്നിയുടെ ആ ബേസിക് സ്ട്രക്ചർ. നെഫ്രോൺസ് എന്താണ്, അതിനകത്തുള്ള റീനൽ കോർപ്പസ്, ബൊമാൻ ക്യാപ്സ്യൂള്, ഗ്ലോമറുലസ്, അങ്ങനത്തുള്ള സാധനങ്ങള്, പിന്നെ ജെക്സ്ട്രാ ഗ്ലോമറുലർ അപ്പാരറ്റസ്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ. ഇനി നമ്മൾ ഒരു പോർഷനും കൂടി ഇന്ന് നോക്കുന്നുണ്ട്, റീനൽ കാൽക്കുലസ് ആണ് നോക്കുന്നത്. ഇപ്പൊ റീനൽ കാൽക്കുലസ് എന്താണ്? നെഫ്രോലിത്തിയാസിസ് ആണ്. നെഫ്രോ കാൽസിനോസിസ് എന്ന് പറയുന്നത് കാൽസിഫിക്കേഷൻ ഓഫ് റീനൽ പാരൻകൈമയാണ്. റീനൽ പാരൻകൈമയുടെ കാൽസിഫിക്കേഷൻ ആണ് നെഫ്രോ കാൽസിനോസിസ് എന്ന് പറയുന്നത്. നെഫ്രോലിത്തിയാസിസ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോൺ ആണെന്ന് പറയുന്നത്. ഒക്കറൻസ് ഓഫ് സ്റ്റോണിങ് കളക്ടിങ് സിസ്റ്റം ഓഫ് കിഡ്നി. കിഡ്നിയിൽ എവിടെ സ്റ്റോൺ വന്നാലും അതിനെ നെഫ്രോലിത്തിയാസിസ് എന്ന് കോമൺ ആയിട്ട് പറയും. ഇനി നമ്മുടെ യൂറിനിൽ തന്നെ കുറച്ച് നാച്ചുറൽ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഈ സ്റ്റോൺ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അതെന്ന് പറയുന്നത് സിട്രേറ്റ്, ടാം ഹോസ്ഫോൾ പ്രോട്ടീൻ, ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ്, നെഫ്രോകാൽസിൻ, യൂറോപ്രോണ്ടൈൻ.
ഇത്രയും പേര് യൂറിനിൽ സ്റ്റോൺ ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യുന്നവരാണ്. റീനൽ സ്റ്റോണിന് റേഡിയോ ഒപ്പേക്ക്, റേഡിയോ ലൂസന്റ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ കോമണസ്റ്റ് റേഡിയോ ലൂസന്റ് സ്റ്റോൺ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്. ലെസ് കോമൺ ആയിട്ട് കാണുന്നതാണ് സാന്തൈനും ഹൈപ്പോസാന്തൈനും. നമ്മൾ പ്രോപ്പർ ആയിട്ട് കാൽക്കുലസിന്റെ ക്ലാസിഫിക്കേഷൻ പറയാണ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത് പ്രൈമറി സ്റ്റോൺസും സെക്കൻഡറി സ്റ്റോൺസും ആണ്. അപ്പൊ അല്ലാതെ തന്നെ അതിന്റെ കണ്ടന്റിനനുസരിച്ചിട്ട് വേറെയും ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രൈമറി സെക്കൻഡറി നോക്കുമ്പോൾ തന്നെ അതിൽ സബ് ഡിവിഷൻ വരുന്നത് അപ്പൊ അതിനകത്ത് ഏതുകൊണ്ടാണ് ആ സ്റ്റോൺ വന്നേക്കുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പ്രൈമറി സ്റ്റോൺസിനകത്തും വരുന്നത് ഓക്സലേറ്റ് സ്റ്റോൺ, യൂറിക് ആസിഡ് അല്ലെങ്കിൽ യൂറേറ്റ് കാൽക്കുലസ്, സിസ്റ്റൈൻ കാൽക്കുലസ്, സാൻഡൈൻ കാൽക്കുലി ആൻഡ് ഇൻഡിഗോ കാൽക്കുലി. ഓക്സലേറ്റ് കാൽക്കുലസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കാണുന്നത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആയിട്ടാണ്. അപ്പൊ അവര് സിംഗിൾ ആയിട്ടാണ് കാണുന്നത്. അവർ വേറൊരു പേരുണ്ട് മൾബറി സ്റ്റോൺ. അത് അപ്പിയറൻസ് കൊണ്ട് വന്ന പേരാണ് മൾബറി സ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി യൂറിക് ആസിഡ് ആൻഡ് യൂറേറ്റ് കാൽക്കുലി മൾട്ടിപ്പിൾ ആയിട്ടാണ് കാണുന്നത്, റെയർ ഒക്കറൻസ് ആണ്. അപ്പൊ അതിന്റെ കട്ട് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും വേവി കോൺസെൻട്രിക് റിങ്സ് കാണാൻ പറ്റും. ഇനി സിസ്റ്റൈൻ കാൽക്കുലി മൾട്ടിപ്പിൾ ആയിട്ടാണ് കാണുന്നത്. കട്ട് സെക്ഷനിൽ ഹെക്സഗണൽ ഷേപ്പ് ആണ് കാണിക്കുന്നത്. സാന്തൈൻ കാൽക്കുലി എക്സ്ട്രീംലി റെയർ ആണ്, അതിനൊരു ലാമെല്ലാർ അപ്പിയറൻസ് കാണുന്നുണ്ട്. ഇനി ഇൻഡിഗോ കാൽക്കുലിയും റെയർ ആണ്. അപ്പൊ അവരുടെ ഇമ്പോർട്ടൻസ് അവർ ബ്ലൂ കളർ ആണ്, അതാണ് ഇൻഡിഗോ കാൽക്കുലി എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി കാൽക്കുലിയിൽ മെയിൻ ആയിട്ടും വരുന്നത് ഫോസ്ഫേറ്റ് കാൽക്കുലസും മിക്സഡ് സ്റ്റോൺസും ആണ്. ഇപ്പൊ ഫോസ്ഫേറ്റ് കാൽക്കുലസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് ഫോസ്ഫേറ്റ് കാൽക്കുലസിനെ ചുറ്റിപ്പറ്റിയാണ് മിക്കവാറും കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് മെജോറിറ്റി ഓഫ് കാൽസ്യം ഫോസ്ഫേറ്റിന്റെ സ്റ്റോൺ ആയിട്ടാണ് ഈ ഫോസ്ഫേറ്റ് കാൽക്കുലസ് കാണുന്നത്. അല്ലാതെ കാണുന്ന ഒന്നാണ് അമ്മോണിയം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് കാൽക്കുലി. ഇതിനെയാണ് ട്രിപ്പിൾ ഫോസ്ഫേറ്റ് കാൽക്കുലി എന്ന് പറയുന്നത്. അമ്മോണിയം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് ഇവർ മൂന്നുപേരും കൂടെ ചേർന്നിട്ടുള്ളതിനെയാണ് ട്രിപ്പിൾ ഫോസ്ഫേറ്റ് കാൽക്കുലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോസ്ഫേറ്റ് സ്റ്റോൺ തന്നെയാണ് സ്റ്റാഗ്മോൺ കാൽക്കുലസ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് സെക്ഷൻ നോക്കുമ്പോൾ ഒരു ലാമിനേറ്റഡ് അപ്പിയറൻസ് ഉണ്ടായിരിക്കും. ആൽക്കലൈൻ യൂറിൻ ആണ് ഫോസ്ഫേറ്റ് കാൽക്കുലസിനെ ഫേവർ ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ യൂറിന്റെ പി എച്ച് എന്ന് പറയുന്നത് 5.85 ആണ്. നോർമലി അസിഡിക് ആയിരിക്കും. ആൽക്കലൈൻ ആകുമ്പോഴാണ് സ്റ്റോൺ ഫോർമേഷൻ കൂടുതലും ഫേവറബിൾ ആയിട്ടുള്ളത്. അസിഡിക് യൂറിനിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഫോസ്ഫേറ്റ് കാൽക്കുലി ആൽക്കലൈൻ യൂറിനിലാണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റാഗ്ഹോൺ കാൽക്കുലി, അതുപോലെ തന്നെ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് കാൽക്കുലി, അതുപോലെ സ്ട്രൂവൈറ്റ് സ്റ്റോൺ, ഇതൊക്കെ ഏകദേശം സെയിം മീനിങ്ങിൽ തന്നെ വരുന്നതാണ്. ഇപ്പൊ മിക്സഡ് സ്റ്റോൺസിന്റെ വേറൊരു പേരാണ് സ്ട്രൂവൈറ്റ് സ്റ്റോൺ. അപ്പൊ അത് എന്ന് പറയുന്നത് മഗ്നീഷ്യം, അമോണിയം, കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ നമ്മൾ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് പറഞ്ഞപ്പോൾ അത് അമോണിയം മഗ്നീഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽസ്യം കൂടെ ഫേവർ ചെയ്യുന്നവരാണ്. ഇപ്പൊ നമ്മൾ റീനൽ കാൽക്കുലി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അതിന്റെ പത്തോളജിയിൽ അത് ഓക്സലേറ്റ് സ്റ്റോൺ ആണെന്ന് കാണിച്ചിട്ട് നമ്മൾ മിൽക്ക് ചീസ് മാത്രം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഡയറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്യാബേജ്, റുബാർബ്, സ്പിനാക്ക്, ടൊമാറ്റോ, ബ്ലാക്ക് ടീ, കൊക്ക, ഓറഞ്ച് ജ്യൂസ്. പിന്നെ പ്രൈമറി ഹൈപ്പർ ഓക്സാലിയൂറിയ എന്ന് പറയുന്നത് കുട്ടികളിലെ നെഫ്രോലിത്തിയാസിസ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ആണ്. ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് നെഫ്രോലിത്തിയാസിസ് ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്രൈമറി ഹൈപ്പർ ഓക്സാലിയൂറിയ. ഇനി യൂറിക് ആസിഡ് സ്റ്റോൺ നമുക്കറിയാം ആസിഡ് അല്ലേ. അപ്പൊ അസിഡിക് യൂറിനിൽ ഉണ്ടാകുന്ന സ്റ്റോൺ ആണ് യൂറിക് ആസിഡ് സ്റ്റോൺ.
അത് ഗൗട്ടിലായിരിക്കും. നമുക്കറിയാലോ യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കൂടിയിട്ടുണ്ടാകുന്ന ഗൗട്ട്. അപ്പൊ ഗൗട്ടിൽ യൂറിക് ആസിഡ് സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റീൻയൂറിയ, സിസ്റ്റീൻ കാൽക്കുലയെ ഫേവർ ചെയ്യും. പിന്നെ സ്റ്റോൺ ഫോർമേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്റ്റോൺ ഫോർമേഷൻ വരാം. അത് അവിടെ എപ്പിത്തീലിയൽ ഡീസ്ഫോർമേഷൻ നടന്നിട്ട് ഡിസ്കോമിറ്റ് ചെയ്ത് പോയ സാധനങ്ങളിൽ ഈ സ്റ്റോൺ ഫോർമേഷൻ ഒരു നീഡസ് ആയിട്ട് ആക്ട് ചെയ്യും. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകും. ഇനി യൂറിനറി ഇൻഫെക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് കോസ് ആണ്. അപ്പൊ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് പ്രോട്ടിയസ്, ക്ലെബ്സെല്ല, സ്യൂഡോമോണസ് ആൻഡ് എൻഡറോബാക്ടർ. അപ്പൊ ഇവർ ഇത്രയും യൂറിയസ് ഫോം ചെയ്യുന്നവരാണ്. യൂറിയസ് അറിയാം, യൂറിയ സ്പ്ലിറ്റ് ചെയ്ത് അമോണിയ ആക്കുന്നവരാണ്. അപ്പൊ ഈ സെക്കൻഡറി സ്റ്റോൺ ഉണ്ടല്ലോ, അതായിരിക്കും കൂടുതൽ വരുന്നത് യൂറിനറി ഇൻഫെക്ഷനായിട്ട് അസോസിയേറ്റ്. നമ്മൾ ഈ പറഞ്ഞ അമോണിയം, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ് സ്റ്റോൺ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും വരുന്നത്. പ്രോട്ടിയസ്, ക്ലെബ്സെല്ല, സ്യൂഡോമോണാസ്, എൻഡറോബാക്ടർ ഒക്കെ അതിന്റെയൊക്കെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈക്കോളയുടെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ ഈക്കോളെ യൂറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. യൂറിയസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ യൂറിയ സ്പ്ലിറ്റ് ചെയ്ത് അമോണിയ ആയിട്ട് അത് സ്റ്റോൺ ഫോർമേഷനിലേക്ക് പോകുന്നത്. ഈക്കോളെ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ കൂടുതലായിട്ടും വരുന്നത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ യൂറിൻ സ്റ്റാസിസ്, കെട്ടിക്കിടക്കുന്ന യൂറിനിൽ സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി റൻഡാൽസ് പ്ലേക്ക് എന്താണെന്ന് നോക്കുക. റൻഡാൽസ് പ്ലേക്ക് എന്ന് പറയുന്നത് റീനൽ പാപ്പിലയില് കാൽസ്യം ഡെപ്പോസിഷൻ ഉണ്ടാകുന്നതാണ് ഈ റൻഡാൽസ് പ്ലേക്ക് എന്ന് പറയുന്നത്. കാൽസ്യം ഡിപ്പോസിറ്റഡ് ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ ടിഷ്യൂസ് ഓഫ് റീനൽ പാപ്പില. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഇത് സെർവ്സ് ആസ് എ നീഡസ് ഫോർ സ്റ്റോൺ ഫോർമേഷൻ. അപ്പൊ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, റൻഡാലാണ് കൊണ്ടുവന്നത്. അപ്പൊ റൻഡാൽസ് പ്ലേക്ക് എന്ന് പറയും അതിന്. ഈ റീനൽ സ്റ്റോണിന്റെ സിംറ്റംസ് ആൻഡ് സൈൻസ് ആണ്. അപ്പൊ സിംറ്റംസ് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ക്യുസെന്റ് കാൽക്കുലസ്. ക്യുസെന്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേറ്റന്റ് പീരീഡ് അല്ലെങ്കിൽ ക്യുസെന്റ് പീരീഡ്. ഡോർമെന്റ് ആയിട്ട് കിടക്കുന്ന ഒരു പീരീഡിനല്ലേ ക്യുസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളൂ ക്യുസെന്റ് കാൽക്കുലസ്. ഒരു ലോങ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് ഈ കാൽക്കുലസ് സിംറ്റംസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ കിടക്കും. അതാണ് ക്യുസെന്റ് കാൽക്കുലസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫോസ്ഫേറ്റ് സ്റ്റോൺ ആണ് അങ്ങനെ സിംറ്റംസ് കാണിക്കാതെ കിടക്കുന്നത്. ഈ പെയിൻ 3 തരത്തിലുള്ള പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഫിക്സഡ് റീനൽ പെയിൻ, അതെന്ന് പറയുന്ന ഒരു ഡൾ ഫ്ലാങ്ക് പെയിൻ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ടിപ്പിക്കലി പറയുന്ന ലോയിൻ ടു ഗ്രോയിൻ പെയിൻ എന്ന് പറയുന്നത് യൂറിറ്ററിക് കോളിക് ആണ്. യൂറിറ്ററിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ആ പെയിൻ ഉണ്ടാകുന്നത്. ഇനി റെഫേർഡ് പെയിൻ ഉണ്ട്, ഓൾ ഓവർ ദ അബ്ഡമൻ പോവാം. അതുപോലെ തന്നെ ഒരു കിഡ്നിയിൽ മാത്രമേ സ്റ്റോൺ ഉള്ളെങ്കിൽ അപ്പുറത്തെ കിഡ്നിയിലോട്ടും പെയിൻ റെഫർ ചെയ്ത് പോവാം. അപ്പൊ അവിടെ പെയിൻ കൊടുക്കുന്നത് റീനൽ റിഫ്ലക്സ് ആണ്. ഇനി അസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഹെമറ്റൂറിയ ഉണ്ടാകാം. ഇനി മെയിൻ ആയിട്ട് 1-2 സയൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ സയൻസിനകത്ത് റീനൽ ആംഗിൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. റീനൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ലോവർ ബോർഡർ ഓഫ് 12th റിബ് ആൻഡ് ലാറ്ററൽ ബോർഡർ ഓഫ് എറക്ടർ സ്പൈനി. 12th റിബിന്റെയും എറക്ടർ സ്പൈനയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് റീനൽ ആംഗിൾ. അപ്പൊ ഈ റീനൽ ആംഗിളിലായിരിക്കും കാൽക്കുലേറ്റ് സമയത്ത് നമുക്ക് ടെൻഡർനെസ് കിട്ടുന്നത്. പോസ്റ്റീരിയറിലാണ്. പിന്നെ ഒരു പോയിന്റ് ഉള്ളത് റീനൽ പോയിന്റ്. അത് ആന്റീരിയറിലി ഉള്ള പോയിന്റ് ആണ്. ബിലോ ആൻഡ് മീഡിയൽ ടു ദ ടിപ്പ് ഓഫ് ദി 9th കോസ്റ്റൽ കാർട്ടിലേജ്. 9th കോസ്റ്റൽ കാർട്ടിലേജിന്റെ ടിപ്പിൽ നിന്ന് മീഡിയൽ ആൻഡ് ബിലോ an inch below and medial to the tip of the 9th costal cartilage ആണ് റീനൽ പോയിന്റ് എന്ന് പറയുന്നത്. ഈ റീനൽ പോയിന്റ് നമുക്ക് ആന്റീരിയർലി ആയിരിക്കും കിട്ടുന്നത്. റീനൽ ആംഗിൾ പോസ്റ്റീരിയർലി, ആംഗിൾ ബിറ്റ്വീൻ 12th റിബിന്റെയും എറക്ടർ സ്പൈനയുടെ ഇടയ്ക്ക്, ലോവർ ബോർഡർ ഓഫ് 12th റിബും ലാറ്ററൽ ബോർഡർ ഓഫ് എറക്ടർ സ്പൈനയും. പിന്നെ അതുപോലെ തന്നെ മസിൽ റിജിഡിറ്റി കിട്ടും. റീബൗണ്ട് ടെൻഡർനെസ് ക്യാൻ ബി എലിസിറ്റഡ് ആന്റീരിയർലി കിട്ടും. പിന്നെ സ്വെല്ലിങ്, ഹൈഡ്രോനെഫ്രോസിസ് ഒക്കെ ആവുന്ന സമയത്താണെങ്കിൽ സ്വെല്ലിങ് ഉണ്ടാവും. ഫ്ലാങ്കിലാണ് ആ സ്വെല്ലിങ് നമുക്ക് കിട്ടുന്നത്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഇത്രയേ ഉള്ളൂ. സിംറ്റത്തിനകത്ത് പെയിൻ ആണ് മെയിൻ ആയിട്ടും വരുന്നത്. പിന്നെ ഹെമറ്റൂറിയ വരാം, ഹൈഡ്രോനെഫ്രോസിസ് വരാം. ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാണിക്കാതെ ക്യുസെന്റ് ആയിട്ടും കിടക്കും. പിന്നെ സയൻസിനകത്ത് ടെൻഡർനെസ് കിട്ടുന്ന പോയിന്റ്സ്, ഒന്ന് റീനൽ ആംഗിൾ, റീനൽ പോയിന്റ്, പിന്നെ മസിൽ റിജിഡിറ്റി കാണിക്കുക, സ്വെല്ലിങ് കാണിക്കുക.
ഇത്രയേ ഉള്ളൂ റീനൽ കാൽക്കുലസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് സെല്ല് PCT DCT അതിലെയാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അത് 3 ടൈപ്പ് സെല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. PCTയിലും തിക്ക് ഡിസെൻഡിങ് സെഗ്മെന്റിലും ക്യൂബോയിഡൽ, 2 സൈഡിലും ക്യൂബോയിഡൽ തന്നെയാണ് വന്നേക്കുന്നത്. വ്യത്യാസം ഇതേ ഉള്ളൂ. PCTയും തിക്ക് ഡിസെൻഡിങ് സെഗ്മെന്റും വരുമ്പോഴത്തേക്ക് അവിടെ വിത്ത് ബ്രഷ് ബോർഡർ ആയിരുന്നു. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴത്തേക്ക് തിക്ക് അസെൻഡിങ്ങും കളക്ടിങ് ഡക്റ്റ്, അതുപോലെ DCT വന്നപ്പോഴത്തേക്കും വിത്തൗട്ട് ബ്രഷ് ബോർഡർ. ക്യൂബോയിഡിൽ തന്നെയായിരുന്നു 2 സൈഡിൽ. PCTക്കും തിക്ക് ഡിസെൻഡിങ്ങിനും ബ്രഷ് ബോർഡർ ഉണ്ട്. ഇപ്പുറത്ത് തിക്ക് അസെൻഡിങ്ങിനും DCTക്കും കളക്ടിങ് ഡക്റ്റിനും ബ്രഷ് ബോർഡർ ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന തിൻ 2 സെഗ്മെന്റും ഹെയർപിൻ ബെൻഡും ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം. ഇത്രയാണ് അതിനകത്തെ സെൽസ് വന്നത്. പിന്നെ നമ്മൾ കളക്ടിങ് ഡക്റ്റിൽ 2 ടൈപ്പ് സെൽസ് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെല്ലും ഇന്റർകലേറ്റഡ് സെല്ലും. ഈ സെൽ ആൻഡ് ഐ സെൽ. ഡിഫറൻസ് ബിറ്റ്വീൻ കോർട്ടിക്കൽ ആൻഡ് മെഡുലറി നെഫ്രോൺസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കോർട്ടിക്കൽ ആൻഡ് മെഡുലറി അല്ല, ജെക്സ്റ്റാ മെഡുലറി എന്നാ പറയാ. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, കോർട്ടിക്കൽ നമുക്ക് പേരിൽ തന്നെ മനസ്സിലാവും. കോർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ റീനൽ കോർപ്പസ് അല്ല, ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും അത് രണ്ടും വരുന്ന, അത് പ്ലേസ് ചെയ്തേക്കുന്നത് എവിടെയാണോ അതനുസരിച്ചിട്ടാണ് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് കോർട്ടക്സിലാണെങ്കിൽ കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയും. കോർട്ടക്സിനകത്ത് മെഡുലയുടെ തൊട്ടടുത്തായിട്ട് ജെക്സ്റ്റാ മെഡുലറി, ജസ്റ്റ് നിയർ ദ മെഡുല. അങ്ങനെയാണെങ്കിൽ അതിന് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് പറയും. അപ്പൊ ഈ കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ് ബോഡിയിൽ കൂടുതലും ഉള്ളത്. 85% കോർട്ടിക്കൽ ആണ്. ജെക്സ്റ്റാ മെഡുലറി എന്ന് പറയുന്നത് 15% മാത്രമേ ഉള്ളൂ. അപ്പൊ കോർട്ടിക്കലില് കുറച്ച് കോർട്ടക്സിന്റെ അങ്ങോട്ട് പുറത്തേക്കല്ലേ ഇത് പോയേക്കുന്നത്, റീനൽ കോർപ്പസിൽ പോയേക്കുന്നത്. അപ്പൊ ഈ ഹെയർപിൻ ബെൻഡ്, ഹെഡ്ലെസ് ഗ്രൂപ്പ്, ഹെയർപിൻ ബെൻഡ് ഒക്കെ കുറച്ച് പോർഷൻ മാത്രമേ അകത്തോട്ട് കാണത്തുള്ളൂ. മറ്റവര് മെഡുലയുടെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് ഈ ഹെയർപിൻ ബെൻഡും ലെസ് ലൂപ്പൊക്കെ നല്ല മെഡുലയുടെ അകത്തോട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നല്ല ലോങ് ആയിട്ടുള്ളത് ജെക്സ്റ്റാ മെഡുലറിക്കാണ്, കോർട്ടിക്കലിന് ഷോർട്ട് ആണ്. അതുപോലെ തന്നെ കുറച്ച് മാത്രമേ അകത്തോട്ട് പോയിട്ടുണ്ടായിരിക്കത്തുള്ളൂ ആരുടെ, കോർട്ടിക്കലിന്റെ. ജെക്സ്റ്റാ മെഡുലറി ആണെങ്കിൽ മെഡുലയിൽ ഡീപ്പായിട്ട് പോകും. ഇനി കോർട്ടിക്കല് യൂറിൻ ഫോർമേഷൻ ആണ് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. ജെക്സ്റ്റാ മെഡുലറി യൂറിൻ ഫോർമേഷനിലും ഉണ്ട്, യൂറിൻ കോൺസെൻട്രേഷനിലും ഉണ്ട്. ഇത്രയാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞത്. പിന്നെ കോർട്ടിക്കലിന് സപ്ലൈ ചെയ്യുന്നത് പെരിട്യൂബുലർ കാപ്പിലറീസ് ആണ്, ജെക്സ്റ്റാ മെഡുലറിക്ക് വാസ റെക്റ്റ.